കൂട്ടേട്ടാ, എനിക്ക് നല്ല വിശപ്പ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ? അടുക്കളയിൽ ഇപ്പം എന്തായാലും ഒന്നും കാണുകയില്ല. നമുക്ക് ചക്കപ്പൂപ്പ് ഉണ്ടാക്കിയാലോ? പറമ്പിൽ ചക്ക നിൽപ്പുണ്ട്, കയറി നമുക്ക് ഇട്ട് നോക്കാം. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ, ചക്കപ്പുഴുക്ക്. ഓക്കെ. ചേട്ടാ, ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്, കൊള്ളാൻ തോന്നുന്നു കേട്ടോ. ഇവനെ അങ്ങ് എടുത്താലോ? കണ്ടിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം മൂത്തതാണെന്ന് തോന്നുന്നുണ്ട്. ഇനി അഥവാ മൂത്തതല്ലെങ്കിലും നമുക്ക് ഇവനെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നല്ല കനമൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇത് വിളഞ്ഞതാണോ നമുക്കൊരു ഉറപ്പില്ല. എന്നാലും നമുക്ക് വെട്ടി നോക്കാം. ഇനി അഥവാ മൂത്തതല്ലെങ്കിൽ നമുക്കിത് ഉള്ളത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഓക്കെ. മൂത്ത ചക്കയേക്കാളും ഇതുപോലത്തെ പിഞ്ച് ചക്കയിലാണ് കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ഇപ്പോൾ പിഞ്ച് ചക്കയാണ്, മൂത്തിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലെ ഭാഗമൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉള്ളിലെ ആ പോർഷൻ മാത്രം ചെത്തിയെടുക്കാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് ചക്കയുടെ ഉള്ളിലെ ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത് അധികം മൂക്കാത്ത ചക്കയാണ്. ശരിക്കും പറഞ്ഞാൽ പിഞ്ച് ചക്ക തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ നല്ല അത്ര കട്ടിയില്ലാത്ത നല്ല ഇളം പരുവത്തിലുള്ള കുരുവൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇത് നമുക്ക് വേവിച്ച് നമുക്ക് ഈ കുരു സഹിതം, പിന്നെ ഇതിൻ്റെ പുറമേയുള്ള ഈ ഒരു ഞങ്ങളുടെ നാട്ടിൽ ഭാഷയിൽ പറഞ്ഞത് ഞവടി എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. നല്ല ഇളം ചക്കച്ചുളയാണ്, അതായത് അധികം നല്ല ഒട്ടും മൂക്കാത്ത നല്ല ചക്കയുടെ ഉള്ളിലെ ചുളയാണ്. ഇത് നമുക്ക് ഒന്ന് പച്ചയ്ക്ക് കഴിച്ചു പോകാം. ഇത് കഴിക്കാൻ കൊള്ളാം. ഇതിൻ്റെ കുരുവൊക്കെ കണ്ടോ, ഇത് അധികം മൂക്കാത്തതാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് വേവിച്ച് കഴിക്കാവുന്നതാണ്. കൊള്ളാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചക്ക മുറിച്ച് ചുളയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും ഏകദേശം ഒരു 2-3 കിലോ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മളിത് വാഷ് ചെയ്തിട്ടുണ്ട്. ചക്ക നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പം മഞ്ഞൾപ്പൊടി ആവശ്യം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളായിട്ടുണ്ട്. കുറച്ച് വേവാൻ വെച്ചിട്ട് കുറച്ചുകൂടെ സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം റെഡി ആയിട്ട് നമ്മളിപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് അരപ്പ് ചേർത്തിട്ടുണ്ട്. അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങയും അതിനോടൊപ്പം കുറച്ച് ചെറിയ ജീരകം, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് 20 പച്ചമുളകും ചേർത്ത് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒരു അരപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റിൻ്റെ ഒരു ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. ഓക്കെ, നമുക്കപ്പോൾ അതൊന്ന് തുറന്നു നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ചക്കപ്പുഴുക്കിന് സൈഡ് ഡിഷായിട്ട് ഒരു അടിപൊളി നാടൻ ചിക്കൻ കറിയും കൂടെ വച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ കാണിച്ചില്ല, പക്ഷേ എങ്കിലും നമ്മളത് ബാക്ക്ഗ്രൗണ്ടിൽ അത് റെഡി ആകുന്നുണ്ടായിരുന്നു. അത് കാണിക്കാം. ചിക്കൻ കറി നല്ല അടിപൊളി കളറും നല്ല അയലക്കറി പോലെ ഉണ്ടല്ലേ, നല്ല ചുവന്നിട്ട് നാടൻ ചിക്കൻ കറിയാണ്. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ട്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഏറെ നേരത്തെ ഒരു പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ഇടിച്ചക്കപ്പുഴുക്കും നാടൻ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കഴിച്ചു നോക്കാം, ടേസ്റ്റ് നോക്കാം. ഓക്കെ, അടിപൊളി, സൂപ്പർ. അതായത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കൂണൊക്കെ കൂൺ കറിയല്ല, കൂണൊരു നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂൺ തോരൻ അല്ലെങ്കിൽ കൂൺ കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവണം. ഈ ഇടിച്ചക്കയ്ക്ക് അതിൻ്റെ ഒരു സാമ്യത നമുക്ക് തോന്നുന്നുണ്ട്. ആ രുചിയും അതിൻ്റെ ഒരു ടെക്സ്ചറും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഏകദേശം കൂണ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഫീലാണ്. ഏകദേശം എന്നുവെച്ചാൽ അത്രയ്ക്ക് പറയാനില്ല, എങ്കിലും ആ ഒരു ഇതാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഓവറോൾ അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.